ഒന്നാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഉത്തരം സി, സംബാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഉത്തരം ബി, DK കാർവേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ബി, മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ഉത്തരം സി, അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഉത്തരം എ, ഒരു തവണ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയതാര്? ഉത്തരം സി, NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ഉത്തരം ബി, റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഉത്തരം എ, ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഉത്തരം എ, പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ഉത്തരം സി, വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം എ, ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ, കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഉത്തരം എ, KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? ഉത്തരം എ, അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? ഉത്തരം സി, അനുച്ഛേദം 21A. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ഉത്തരം എ, യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം എ, വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഉത്തരം സി, 1, 3, 4. അതായത് 1969 മുതൽ 74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാത്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഡി, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഉത്തരം ഡി, ഗാന്ധിജിയുടെ മരണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം എ, മൈസൂർ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ഉത്തരം ഡി, ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ഉത്തരം സി, വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സി, 3, 5 മാത്രം. ഗുജറാത്ത്, മധ്യപ്രദേശ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഈ പ്രസ്താവനയാണ് ഇതുമായി ബന്ധമില്ലാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക.
ഉത്തരം എ വടക്കൻ സിർക്കാർസ് തീരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഉത്തരം എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഉത്തരം സി UN സെക്രട്ടറി ജനറൽ. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഡി ആണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഉത്തരം ബി ഇറാൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഉത്തരം എ 1ഉം 2ഉം. കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം എ 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഉത്തരം സി അഷ്ടമുടി കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻ്റാണ് തെറ്റ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഡി ആറളം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ബി ഇരവികുളം ദേശീയോദ്യാനം. 41ാമത്തെ ചോദ്യം ക്യാൻസൽഡ് ആണ്. 42ാമത്തെ ചോദ്യം നോക്കാം. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ഉത്തരം ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി വൈകുണ്ഠ സ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഡി ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം സി ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ബി മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം എ ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഉത്തരം സി വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടനാര്? ഉത്തരം എ അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഉത്തരം ഡി പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം സി അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങളേവ? ഉത്തരം ഡി പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ഉത്തരം ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയല്ലാത്തത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ഉത്തരം എ 1, 3 ശരി. കാൽസ്യം, ഫോസ്ഫറസ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? ഉത്തരം സി 2, 3. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? ഉത്തരം എ കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഉത്തരം ഡി ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ആണ് ശരിയല്ലാത്തത്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം സി 2, 3. മാസ്, പ്രവേഗം. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവെൻഡി, ലൂയി സി ബ്രോസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം ഡി ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം സി 4 മാത്രം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ആ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലൻ്റ് ഏത്? ഉത്തരം ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം എ 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം സി 1, 4. അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു? ഉത്തരം എ ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? ഉത്തരം ഡി 2, 4 ശരി. അതായത് മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ഉത്തരം എ 1, 3 ശരി. അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ്? ഉത്തരം ബി സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം എ വാക്സിനുകളെല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയല്ലാത്തത്. വൈറ്റ് കെയിൻ, ടോക്ടെയിൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഡി ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഉത്തരം എ 1, 2 ശരി. ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്കു കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഉത്തരം സി 1, 4 ശരി. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക.
ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ. ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുക അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ഉത്തരം സി. ആസാം. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഡി. മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ഉത്തരം എ. കേരളം. അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ്. ഉത്തരം വായിക്കാം. 81ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി. 82ൻ്റെത് എ ആണ്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ. 84ാമത്തേതിൻ്റെത് ഡി. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി. 86ന് സി ആണ്. 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി. 88ാമത്തേത് ഡി. 89 എ. 90 ബി. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി. 92 ബി. 93 സി. 94 ബി. 95 എ. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി. 97ൻ്റെ ബി. 98 എ. 99 എ. 100 സി.